ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. എല്ലാവർക്കും നമസ്കാരം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്നറിയപ്പെടുന്ന, നമ്മൾ ഷോർട്ട് ഫോമിൽ BFA എന്ന് വിളിക്കുന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ SLC യോഗ്യതയുള്ള തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരികയാണ്. ഇത് ജില്ലാതലത്തിലാണ്. അതുകൊണ്ട് തന്നെ മത്സരക്ഷമത കുറയുന്ന എന്നാൽ വേക്കൻസികൾ കൂടുതലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് അനുയോജ്യമായ ജില്ല ഏത് എന്ന് തിരഞ്ഞെടുക്കുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായ കാര്യമാണ്. ഇവിടെ ഈ വീഡിയോയിൽ BFA നോട്ടിഫിക്കേഷൻ്റെ പ്രത്യേകതകൾ, സാലറി, അതുപോലെ തന്നെ ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവ വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയാണ്. നോക്കൂ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ലാസ്റ്റ് ഗ്രേഡ് തസ്തികയേക്കാൾ ഉയർന്ന എന്നാൽ LDCയേക്കാൾ താഴ്ന്ന, ഇതിനിടയിൽ നിൽക്കുന്ന ഒരു ശമ്പള സ്കെയിലാണ് ഇവിടെ വരിക. 23,700, 52,600. ഇത് ഡിസ്ട്രിക്ട് വൈസ് ആണെന്ന് ഞാൻ പറഞ്ഞു. SLC യോഗ്യതയാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു പ്രത്യേകത, പ്രിലിമിനറി പരീക്ഷയുണ്ട് എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട. ഒരൊറ്റഘട്ട പരീക്ഷയെ കാണൂ, പ്രിലിമിനറി ഉണ്ടാവുകയില്ല. പ്രായപരിധി 18 വയസ്സ് to 36 എന്ന് പറയുമ്പോൾ SC വിഭാഗത്തിന് നോർമലായി അനുവദിക്കപ്പെട്ട 5 വർഷം കൂടി ചേരുമ്പോൾ അത് 41 വയസ്സാകും. OBCയെ സംബന്ധിച്ചിടത്തോളം 3 വർഷം ഇളവെത്തുമ്പോൾ അത് 39 ആകും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെ SC/STയെ സംബന്ധിച്ച സന്തോഷകരമായ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. യൂഷ്വൽ റിലാക്സേഷൻ ഫോർ SC/ST എന്ന് പറയുന്നതോടൊപ്പം ഫോർ കൺസെഷൻസ് അലൗഡ് ഇൻ അപ്പർ ഏജ് ലിമിറ്റ് പാരാ 2 ഓഫ് ദി ജനറൽ കണ്ടീഷൻസ് എന്ന് പറയുന്നു. ജനറൽ കണ്ടീഷനിലെ പാരാ 2 അനുസരിച്ചുള്ളത് കൂടി അവർക്ക് കിട്ടും. പാരാ 2-ൽ എന്താ പറയുന്നത്? SLC ആണല്ലോ ഇതിൻ്റെ യോഗ്യത. ആ SSയേക്കാൾ ഉയർന്ന യോഗ്യത നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ, SLC യോഗ്യത ബിരുദത്തേക്കാൾ താഴ്ന്ന ഒരു യോഗ്യതയുള്ള ഒരു തസ്തികയാണെങ്കിൽ, അതിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന യോഗ്യതയേക്കാൾ കൂടിയ ഒരു യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ SC/ST ആണോ, SC/ST നിന്ന് കൺവെർട്ട് ചെയ്ത് വന്ന ഒരാളാണോ, നിങ്ങൾക്ക് 50 വയസ്സ് വരെയും അയക്കാൻ കഴിയുമെന്ന സത്യം നിങ്ങൾ അറിയുക. ഇവിടെ സാലറിയെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, 23,700, 52,600 എന്ന ശമ്പള സ്കെയിലിൽ ബേസിക് പേ ആയിട്ട് ആദ്യം ലഭിക്കുക 23,700 ആണ്. അവിടെ DA ഇപ്പോൾ 22% DO ആണ് സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്നത്. ഏകദേശം 13-14% പെൻഡിങ് ഉണ്ട്. ഇപ്പോൾ കിട്ടിയതനുസരിച്ച് 5,214 രൂപ ഡിയർനെസ് അലവൻസ് ലഭിക്കും. നമുക്ക് ഏകദേശം 2,370 രൂപ HRA ആയി ലഭിക്കും. 31,284 രൂപയാണ് പ്രസൻറ്റിൽ ഒരു BFAക്ക്, സർവീസിൽ പ്രവേശിക്കുന്ന ഒരു BFAക്ക് വാങ്ങാൻ കഴിയുക. LDCയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 3,000 രൂപ, 3,000 രൂപയുടെ വ്യത്യാസം, ഒരു 3,500 രൂപയുടെ വ്യത്യാസം ശമ്പളത്തിലുണ്ടാകും. LDCക്ക് നമുക്കറിയാം 26,500, 60,700 ആണ്. അപ്പോൾ 26,500, 5,830 രൂപ DA, 2,650 രൂപ HRA, 34,980 വരുന്നു. ആ സ്ഥാനത്ത് 31,284 ആണ്. അടുത്തതായി നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുള്ളൊരു ഡേറ്റ നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളോട് ഓരോരുത്തരോടും നിങ്ങൾ ഇന്ന ജില്ലയിൽ അപ്ലൈ ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന മാത്രം ജില്ല അപ്ലൈ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒരു ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യും. അവിടെ എന്താ സംഭവിക്കുക? അവിടെ മത്സരം കൂടും, നിങ്ങളവിടെ പെട്ടുപോകും. അതുകൊണ്ട് അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്കുണ്ടാവേണ്ട. ഞാൻ പറയുന്ന ഡീറ്റെയിൽസുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ജില്ല നിങ്ങൾ കണ്ടെത്തി അപേക്ഷ അയക്കുക. ഇപ്പോൾ നമുക്കറിയാം, കൂടുതൽ വേക്കൻസിയുള്ള ജില്ലകളാകുമ്പോൾ അവിടെ കൂടുതൽ അപേക്ഷകരുണ്ടാകും, അവിടെ കൂടുതൽ മത്സരം കടുക്കുന്നൊരവസ്ഥയുണ്ടാകും. അപ്പോൾ ആ കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. തീരെ വേക്കൻസി കുറഞ്ഞ ഒരു ജില്ലയാകുമ്പോൾ അവിടെ റൊട്ടേഷൻ എഴുതുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു സമുദായമാണെങ്കിൽ, 100-ൽ 1 മാത്രമുള്ളൊരു സമുദായമാണെങ്കിൽ അതിൻ്റെ ടേൺ പോലും എത്താത്തൊരവസ്ഥയുണ്ടാകും. അപ്പോൾ OC ടേണിൽ വന്നാലേ നമുക്ക് കിട്ടുമെന്നുള്ളൊരവസ്ഥയുണ്ടാകും. ഇങ്ങനെ ഇതിന് സമ്മിശ്രമായ ചില കാര്യങ്ങളുണ്ട്. നമുക്കിതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഒരു വില്ലേജ് ഓഫീസ് എന്ന് പറയുമ്പോൾ വില്ലേജ് ഓഫീസ് പരിചയമില്ലാത്തവരാരുമില്ല. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഘടകമാണ് വില്ലേജ് ഓഫീസ്. അവിടുത്തെ ഹയറാർക്കിയെ പറ്റി പറയുമ്പോൾ വില്ലേജ് ഓഫീസറാണ് തലവൻ. ഇദ്ദേഹം ഗസറ്റഡ് ഓഫീസർ ഒന്നുമല്ല കേട്ടോ.
നമ്മളുടെ LDC കേഡർ പറഞ്ഞാൽ LDC കഴിഞ്ഞ് UDC പ്രൊമോഷനായി അടുത്ത പ്രൊമോഷൻ, അതാണ് ഈ പറയുന്ന വില്ലേജ് ഓഫീസർ. നിങ്ങൾ LDC ആയിട്ടാണ് റവന്യൂവിൽ പ്രവേശിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ UDC ആയി ഹെഡ് ക്ലാർക്ക് ആകുമ്പോഴേക്കും വില്ലേജ് ഓഫീസർ കേഡറിന് തുല്യമായിട്ടെത്തും. അപ്പോൾ അവിടുത്തെ തലവൻ വില്ലേജ് ഓഫീസറാണ്. ഈ വില്ലേജ് ഓഫീസറുടെ കീഴിൽ 2 വില്ലേജ് അസിസ്റ്റന്റുമാരുണ്ട്. അവിടുത്തെ LDC, റവന്യൂവിലെ LDC വില്ലേജ് അസിസ്റ്റന്റ് എന്നാണ് കാണുന്നത്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ആ ഒരു വില്ലേജ് അസിസ്റ്റന്റ് LDC ആകാം, ഒരു വില്ലേജ് അസിസ്റ്റന്റ് UDC അടുത്ത പ്രൊമോഷനുള്ള ആളാകാം. ഇനി 2 LDC ആയാലും പ്രശ്നമൊന്നുമില്ല. അതിന് താഴെ വരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അപ്പോൾ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്താ ചെയ്യുക? ഇവിടെ ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഡെസ്പാച്ച് ചെയ്യുക, കത്തുകൾ, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ ഡെസ്പാച്ച് ചെയ്യാനുള്ള ചുമതല ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്യൂട്ടി. പിന്നീട് അവർ റവന്യൂ കളക്ഷൻ ഉണ്ടാകും. ഈ റവന്യൂ കളക്ഷന് അത് ട്രഷറിയിലേക്ക് അടയ്ക്കേണ്ട ചുമതല എന്ന് പറയുന്നതും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നിക്ഷിപ്തമാണ്. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ ഭൂമിയും മറ്റും അളന്ന് തിട്ടപ്പെടുത്താനായി പോകുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കുന്നതിനായി കൂടെ പോകേണ്ട ചുമതലയും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനുണ്ട്. ഇതാണ് ഈ ജോലിയുടെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് അവലംബിക്കാവുന്ന ഒരു മാർഗരേഖ ഞാൻ നിങ്ങൾക്ക് തരികയാണ്, ഒരു ടേബിളായി തരികയാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഒരു ജില്ലയിലുള്ള വില്ലേജ് ഓഫീസുകളുടെ നമ്പർ പ്രസക്തമായ കാര്യമാണ്. വില്ലേജ് ഓഫീസുകൾ ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. അപ്പോൾ വില്ലേജ് ഓഫീസുകൾ എത്രയുണ്ടെന്നതിനനുസരിച്ചാണ് വേക്കൻസി ഉണ്ടാവുക. നിങ്ങൾ നോക്കൂ, തൃശ്ശൂർ ജില്ലയിൽ 255 വില്ലേജ് ഓഫീസുകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വില്ലേജ് ഓഫീസുകളുള്ള ജില്ല തൃശ്ശൂരാണ്. അവിടെ കഴിഞ്ഞ ലിസ്റ്റ് 12/12/2023 നിലവിൽ വന്നു എന്ന് പറയുമ്പോൾ ഈ ലിസ്റ്റിന്റെ കാലാവധി 2026 അവസാനിക്കും. 11/12/2026 ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. ഇവിടെ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ 282 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. കട്ട് ഓഫ് 79.43 ആയിരുന്നു. 198 നിയമന ശുപാർശകൾ ഇതിനകം നടന്നു. ഇനിയും ലിസ്റ്റിന്റെ കാലാവധിയുണ്ട്. ഏകദേശം 1 വർഷം കൂടി ഇനിയും കാലാവധിയുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നടന്നത് 204 അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടന്നതിനെ കവച്ച് വെക്കുന്ന രീതിയിൽ ഒരു നിയമനം ഈ പ്രാവശ്യം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂർ ജില്ലയെ പറ്റി പറയുമ്പോൾ തൃശ്ശൂർ സ്വദേശികളായ ആളുകളെ സംബന്ധിച്ച് ഒരു സംശയവും വേണ്ട, തൃശ്ശൂർ ജില്ലയിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അപ്ലൈ ചെയ്യാൻ കഴിയും. പിന്നെ കമ്മ്യൂണിറ്റി ലെവലിൽ തങ്ങളുടെ കമ്മ്യൂണിറ്റി കുറവ് ഉള്ള ജില്ല തേടി പോകുന്നവർക്ക് മറ്റു ജില്ലകളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് അവസ്ഥ. അടുത്തത് പാലക്കാടാണ്. അവിടെ വില്ലേജ് ഓഫീസുകളുടെ എണ്ണം 157. 4/1/2024 നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ അത് 3/1/2027 ഈ ലിസ്റ്റ് തീരുക. 280 പേര് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഇതിൽ നിന്ന് അല്പം വ്യത്യാസമേ ഉള്ളൂ. കട്ട് ഓഫിൽ 78.73. 161 നിയമന ശുപാർശ ഇതിനകം നടന്നിട്ടുണ്ട്. ഇനി 1 വർഷം കൂടി ലിസ്റ്റുകളുണ്ട്. കഴിഞ്ഞ വർഷം 181 നടന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം നടന്ന ആ എണ്ണത്തോട് ഒപ്പം തന്നെ ഈ വർഷവും എത്തും. 157 വില്ലേജ് ഓഫീസുകളുണ്ട്. 3ാം സ്ഥാനം വില്ലേജ് ഓഫീസുകളുടെ എണ്ണത്തിൽ മലപ്പുറത്തിനാണ്. മലപ്പുറത്തിൻ്റെ ഈ സ്ഥാനം നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 138 വില്ലേജ് ഓഫീസുകൾ ഇവിടെയുണ്ട്. 4/1/2024 ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ 3/1/2027 വരെ അതിന് കാലാവധിയുണ്ട്. 235 പേരെ അവിടെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് ഞാൻ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 79.76 കട്ട് ഓഫ്. അഡ്വൈസ് 159 അഡ്വൈസ് നടന്നിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 148 അതിനേക്കാൾ മുന്നിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇനി 1 വർഷം കൂടി ലിസ്റ്റ് ഉണ്ട്. 138 വില്ലേജ് ഓഫീസുകൾ. ഇനി അടുത്തത് 4ാം സ്ഥാനം പറയുമ്പോൾ കണ്ണൂരിനാണ്. കണ്ണൂരിൻ്റെ കാര്യത്തിൽ 10/1/2024 ലിസ്റ്റ് വന്നു എന്ന് പറയുമ്പോൾ 9/1/2027 വരെ ലിസ്റ്റിന് കാലാവധിയുണ്ട്. 193 പേരുടെ ലിസ്റ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത്. 79.97. 155 നിയമന ശുപാർശകൾ ഇതിനകം നടന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നടന്ന അഡ്വൈസിനേക്കാൾ കൂടുതലാണ്. കഴിഞ്ഞ പ്രാവശ്യം വെറും 131 നടന്നിരുന്നുള്ളൂ. 133
വില്ലേജ് ഓഫീസുകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ കട്ട് ഓഫ് നോക്കുമ്പോൾ ഈ 4 ജില്ലകളും വില്ലേജ് ഓഫീസുകളുടെ എണ്ണത്തിൽ കൂടുതൽ നിന്ന ഈ 4 ജില്ലകളിലും കട്ട് ഓഫ് കൂടുതലായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം എന്തായിരിക്കും? അവിടെ അപേക്ഷകർ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് അപേക്ഷകർ കൂടുതൽ അയച്ചിട്ടുണ്ട്, അവിടെ ഒരു കോമ്പറ്റീഷൻ വന്നിട്ടുണ്ട്. പക്ഷെ കാസർഗോഡേക്ക് എത്തുമ്പോൾ കാസർഗോഡ് 129 വില്ലേജ് ഓഫീസുകൾ 4/1/2024 ലിസ്റ്റ് വന്നു. അപ്പോൾ 3/1/2027 വരെ ലിസ്റ്റിൻ്റെ കാലാവധിയുണ്ട്. 178 പേരെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തി. 70.8 കണ്ടോ, ഇവിടെ നിന്ന് വളരെ വലിയൊരു വ്യത്യാസം കട്ട് ഓഫിൽ ഇവിടെ ഉണ്ടായി. 63 പേരെയാണ് നിയമന ശുപാർശ ചെയ്തത്. ഇപ്രാവശ്യം കുറവാണ്, എന്താണ് എന്ന് നമുക്കറിയില്ല. അവിടെ NJD കുറഞ്ഞതാണ് കാരണം കേട്ടോ. അവിടെ NJD കുറഞ്ഞു വന്നതാണ് ഇതിന് കാരണമായത്. നേരത്തെ 158 നിയമനമാണ് അവിടെ നേരത്തെ നടന്നിട്ടുള്ളത്. 158. അപ്പോഴതാണ് സംഭവം. 129. അടുത്തത് എറണാകുളമാണ്. എറണാകുളത്ത് 127 വില്ലേജ് ഓഫീസുകളാണുള്ളത്. 22/12/2023 ലിസ്റ്റ് വന്നെന്ന് പറയുമ്പോൾ 21/12/2026 ഈ ലിസ്റ്റ് ക്യാൻസലാകും. 264 പേരെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തി. 79.75 ആയിരുന്നു കട്ട് ഓഫ്. 174 പേരെ ഇതിനകം നിയമന ശുപാർശ ചെയ്തു. ഇതിന് മുൻപുള്ള ലിസ്റ്റിൽ നിന്ന് 181 പേരെയാണ് നിയമന ശുപാർശ ചെയ്തത്. കട്ട് ഓഫ് അത്ര കുറവല്ല. നേരത്തെ നമ്മൾ തൃശ്ശൂരിൻ്റെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ 79.75 നമ്മളിവിടെ നോക്കിയതിൽ കാസർഗോഡ് മാത്രമാണ് കട്ട് ഓഫ് കുറഞ്ഞു വന്നത്. ട്രിവാൻഡ്രം എടുക്കുമ്പോൾ നമുക്കറിയാം 124 വില്ലേജ് ഓഫീസുകളാണ്. അവിടെ 22/2/24 ലിസ്റ്റ് നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ 21/2/2027 ഈ ലിസ്റ്റ് ക്യാൻസലാവുക. പുതിയ ലിസ്റ്റ് 2024 ഫെബ്രുവരിയിലായിരിക്കും വരിക. 251 പേരെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തി. 82.65 ആയിരുന്നു കട്ട് ഓഫ്. ഏറ്റവും വലിയ കട്ട് ഓഫ് കഴിഞ്ഞ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിലെ ഏറ്റവും വലിയ കട്ട് ഓഫ് രേഖപ്പെടുത്തിയത് ട്രിവാൻഡ്രത്താണ്. 164 പേരെ അവിടെ നിയമന ശുപാർശ ചെയ്തു. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന് ഇതിന് മുമ്പുള്ള റാങ്ക് ലിസ്റ്റിന് 177 പേരെ ചെയ്തിരുന്നു. അടുത്ത സ്ഥാനം കോഴിക്കോടിനാണ്. അവിടെ 118 വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റുമാരാണുള്ളത്. 21/12/2023 ലിസ്റ്റ് എന്ന് പറയുമ്പോൾ 20/12/2026 ഈ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും. 169 പേരെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തി. 81.85 തിരുവനന്തപുരത്തോടെ കിടപിടിച്ച് നിൽക്കുന്ന ഒരു കട്ട് ഓഫ്. 98 പേരെ അഡ്വൈസ് ചെയ്തു. 156 പേരെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കട്ട് ഓഫ് ചെയ്തിരുന്നു. പക്ഷെ അത്രത്തോളം ഇപ്പോഴെത്തുന്നില്ല. കോഴിക്കോട് കുറച്ച് പിന്നോക്കമാണ് ഇപ്പോൾ നിൽക്കുന്നത്. 118 വില്ലേജ് ഓഫീസുകൾ. കൊല്ലം 9/1/2024 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ 8/1/2027 വരെ ഈ ലിസ്റ്റിന് കാലാവധിയുണ്ട്. 281 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. 79.05 കട്ട് ഓഫ്. 99 പേരെ നിയമന ശുപാർശ ചെയ്തു. പക്ഷേ കൊല്ലത്തെ കഴിഞ്ഞ വർഷം വളരെ മെച്ചപ്പെട്ട ഒരു അഡ്വൈസ് നടന്നിരുന്നു. 206 ആ ലെവലിലേക്ക് ഈ പ്രാവശ്യം എത്തിയിട്ടില്ല. 105 വില്ലേജ് ഓഫീസുകളാണുള്ളത്. ഇതൊക്കെ ഈ 206 കഴിഞ്ഞ പ്രാവശ്യം എത്തിയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് NJD വളരെ കൂടുതലുണ്ടായത് കൊണ്ടാണ്. കോട്ടയം നമുക്കറിയാം 100 വില്ലേജ് ഓഫീസുകളുടെ എണ്ണം. അവിടെ 4/1/2024 ലിസ്റ്റ് നിലവിൽ വരുന്നു. 158 പേരുടെ റാങ്ക് ലിസ്റ്റാണ് വന്നത്. 70.01 കട്ട് ഓഫ് അല്പം കുറഞ്ഞു വന്ന ഒരു ജില്ലയായിരുന്നു ഇത് കോട്ടയം. 110 പേരെ ഇതിനകം അഡ്വൈസ് ചെയ്തു. ഇതിന് മുമ്പുള്ള റാങ്ക് ലിസ്റ്റിൽ 134 100 വില്ലേജ് ഓഫീസുകൾ. അടുത്തത് ആലപ്പുഴയാണ്. ആലപ്പുഴ 93 100-ൽ താഴെയാണ് വില്ലേജ് ഓഫീസുകളുടെ എണ്ണം. 93 വില്ലേജ് ഓഫീസുകൾ. 22/11/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 147 പേരുടെ നിയമനമാണ്. 147 പേരാണ് റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. 74.99 കട്ട് ഓഫ്. 85 പേരെ അഡ്വൈസ് ചെയ്തു. അതിന് മുൻപുള്ള ലിസ്റ്റിൽ 128 പേരെ അഡ്വൈസ് ചെയ്തിരുന്നു. പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ 1/12/2023 അവിടെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 133 പേരെയാണ് അവിടെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. 69.82
അവിടെ കട്ട് ഓഫ് സാമാന്യം കുറവാണ്. 66 പേരെ അഡ്വൈസ് ചെയ്തു. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന്, അതിന് മുമ്പുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് 113 പേരെയാണ് അഡ്വൈസ് ചെയ്തത്. 70 പേരാണ്, 70 വില്ലേജ് ഓഫീസുകൾ മാത്രമാണ് അവിടെയുള്ളത്. ഇടുക്കി 25/1/2024 ഈ ലിസ്റ്റ് നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ 24/1/2027 ഇത് ക്യാൻസൽ ചെയ്യുക. 156 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. 79.75 ആയിരുന്നു കട്ട് ഓഫ്. സാമാന്യം ഭേദമല്ലാത്ത കട്ട് ഓഫ്, വളരെ ഉയർന്ന കട്ട് ഓഫ് തന്നെയായിരുന്നു. 55 പേരെയാണ് ഇതുവരെ നിയമന ശുപാർശ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം 132 ആയിരുന്നു. ഇനി ഒരു വർഷം കൂടിയുണ്ട്. 68 വില്ലേജ് ഓഫീസുകൾ. വയനാടാണ് വില്ലേജ് ഓഫീസുകളുടെ എണ്ണത്തിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നത്, 49. അവിടെ 1/12/2023 പുതിയ ലിസ്റ്റ് നിലവിൽ വന്നു. 104 പേരെ അവിടെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തി. കട്ട് ഓഫ് 64.67 ആയിരുന്നു. 25 പേരെ ഈ ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ ചെയ്തു. അതിന് മുമ്പുള്ള ലിസ്റ്റിൽ നിന്ന് 82 പേരെ നിയമന ശുപാർശ ചെയ്തു. വില്ലേജ് ഓഫീസുകളുടെ എണ്ണം 49. ഇപ്പം ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ട്, ഈ ഡേറ്റാസ് വെച്ച് ചിന്തിച്ചുകൊണ്ട്, ഇതിനോടൊപ്പം നമ്മളുടെ ജില്ലയിലുള്ള കമ്മ്യൂണിറ്റി ബെനിഫിറ്റുള്ള ആളുകൾ, നമ്മുടെ ജില്ലയിൽ ഏത് ജില്ലയിലാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ കുറവുണ്ടാകുക, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ അപേക്ഷ അയയ്ക്കുക. അതിനുള്ള പൂർണ്ണ ചുമതല ഞാൻ നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുന്നു. ഡേറ്റാസ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഇന്ന ജില്ല നല്ലത്, ഇന്ന ജില്ല മോശം എന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ആ ജില്ലയിലേക്കൊരു കൺസോൾട്ടേഷൻ ഉണ്ടാകാം. അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഏറ്റവും വ്യക്തമായൊരു കാര്യം, നമുക്ക് നന്നായിട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റ് മുന്നിലേക്ക് കയറാമെന്നുണ്ട്. എൻ്റെ സ്വന്തം ജില്ലയിൽ തന്നെ ജോലി ചെയ്യണമെന്ന് ആവശ്യമുള്ളവർ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. സ്വന്തം ജില്ലയിൽ അപേക്ഷിച്ചാൽ മതി. പക്ഷേ മറ്റു പരിഗണനകൾ നോക്കി എനിക്കൊരു ജോലി കിട്ടിയേ മതിയാകൂ, അങ്ങനെ നമുക്ക് അല്പം ചിലപ്പോൾ നമ്മൾ പുറകോട്ട് പോയേക്കാം, അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറ്റു ജില്ലകൾ കൂടി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഇതാണ് ജില്ലാ സെലക്ഷനെ പറ്റി എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ അറിയണം. ഇപ്പോൾ ജില്ല സെലക്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടോ ഒരു അപേക്ഷ അയച്ചെന്ന് പറഞ്ഞതുകൊണ്ടോ കാര്യങ്ങൾ തീരില്ല. നിങ്ങളുടെ ശ്രമം, നിങ്ങൾ തുടർന്നു വന്ന ശ്രമം, ഇന്ന് നിങ്ങൾ നടത്തുന്ന ശ്രമം, ആ ശ്രമങ്ങളാണ് നിങ്ങളെ നാളെ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേർക്കുക. അതിനുവേണ്ടിയുള്ള ആ ഒരു തീവ്രമായ പരിശ്രമം ഉണ്ടാകണം. കാരണം ഇപ്പോൾ ഇത് മാത്രമല്ല, ക്യൂ ആയിട്ട് ധാരാളം തസ്തികകളുടെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ PSCയുടേത് ലൈവായി നിൽക്കുകയാണ്. നമുക്ക് അടുത്ത വർഷം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തുടരെ പരീക്ഷ എഴുതാനുള്ള അവസരം ലഭിക്കുകയാണ്. ഈ ഒരു കോമ്പറ്റീഷൻ്റേതായ അന്തരീക്ഷം, ആ ഒരു പരീക്ഷയുടെ അന്തരീക്ഷം പരമാവധി പ്രയോജനപ്പെടുത്തണം. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനിൽ നിങ്ങൾ വ്യാപൃതരാകണം. ആ പ്രിപ്പറേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ തസ്തികകളിലെല്ലാം റാങ്ക് ലിസ്റ്റിലെത്തുകയും നമുക്കിഷ്ടമുള്ള തൊഴിലിലേക്ക് നമുക്കത് സെലക്ട് ചെയ്തുകൊണ്ട് മുന്നേറാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. ഗുഡ് ബൈ.